Assalamu alaikum. Good morning, children. How are you? How was your holidays? Okay, now today we are continue the same lesson, time and money. Time o'clock എല്ലാവർക്കും ക്ലിയർ ആയി. Then next നമ്മൾ days of the week already പഠിച്ചു. എല്ലാവരും സ്പെല്ലിംഗ് എഴുതാൻ പറഞ്ഞു, അത് എഴുതി. Okay, today some children already did the exercise also. Now once again I will repeat, okay? There are 7 days in a week. How many days in a week? 7 days. 7 days ഉണ്ടല്ലേ നമ്മളുടെ വീക്കിൽ. 7 days. Sunday, Monday, Tuesday, Wednesday, Thursday and Friday, then Saturday. Okay? Today is Monday. ഇവിടെ today Sunday എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. Tony got up 8 o'clock today. ഈ കുട്ടി ഇന്ന് സൺഡേ ആണ്. ടോണി എന്നാണ് കുട്ടിയുടെ പേര്. ഇന്ന് 8 o'clockനാണ് കുട്ടി എണീറ്റത്. He will not go to school. അവനിക്ക് സ്കൂളിൽ പോകണ്ട. He will play with the day train. അവൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഡേ ട്രെയിൻ വെച്ചിട്ടാണ്. ഇവന്റെ ട്രെയിനാണിത്. ഓരോ ബോഗിക്കും ഓരോ ഡേയ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. Monday is the first day of the week. Monday is the first day. Then Sunday is the last day. Then Sunday. Second day Tuesday. Third day Wednesday. Fourth day Thursday. Fifth day Friday. Then sixth day Saturday. And seventh day Sunday. അപ്പോൾ നിങ്ങൾക്ക് ആ ഓർഡർ പഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഏതാണ്, തേർഡ് ഡേ ഏതാണ്, ഫിഫ്ത്ത് ഡേ ഏതാണ് എന്നുള്ളതൊക്കെ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ഡേ, വിച്ച് ഇസ് ദ ഫസ്റ്റ് ഡേ? ഫസ്റ്റ് മൺഡേ. സെക്കൻഡ് ഡേ ട്യൂസ്ഡേ. തേർഡ് ഡേ വെനസ്ഡേ. ഫോർത്ത് ഡേ തേഴ്സ്ഡേ. ഫിഫ്ത്ത് ഡേ ഫ്രൈഡേ. സിക്സ്ത് ഡേ സാറ്റർഡേ. സെവൻത് ഡേ സൺഡേ. ഓക്കെ. Now fill in the blanks, choose from the bracket. Thursday comes after. Thursday വരുന്നത് comes after ഏതിന്റെ ബാക്കിലാണ്? comes after Wednesday. Wednesdayയുടെ ബാക്കിലാണ് വരുന്നത്. Friday comes before Saturday. ഏതിന്റെ മുമ്പിലാണ് ഫ്രൈഡേ വരുന്നത്? Saturday. Sunday comes between dash and dash. സൺഡേ കഴിഞ്ഞിട്ട് അഗെയിൻ നമ്മളുടെ മൺഡേ വരുന്നു. സോ സൺഡേ ഈസ് ബിറ്റ്വീൻ മൺഡേ ആൻഡ് സാറ്റർഡേ. അത് നിങ്ങൾ ഇവിടെ അഗെയിൻ നെക്സ്റ്റ് വീക്ക് എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. സൺഡേ കംസ് ബിറ്റ്വീൻ സാറ്റർഡേ ആൻഡ് മൺഡേ. വെനസ്ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ. ഡാഷ് ആൻഡ് ഡാഷ് കംസ് ബിറ്റ്വീൻ മൺഡേ ആൻഡ് തേഴ്സ്ഡേ. മൺഡേയുടെയും തേഴ്സ്ഡേയും ബിറ്റ്വീനിൽ വരുന്ന 2 ഡേ ഏതാണ്? മൺഡേ ആൻഡ് തേഴ്സ്ഡേ. ബിറ്റ്വീൻ വരുന്നത് ഏതൊക്കെയാണ്? ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. ഓക്കെ. സോ എവ്രി വൺ റീഡ് ആൻഡ് പ്രാക്ടീസ് ദിസ്. ഓക്കെ. എല്ലാവരും ചെയ്തിട്ടുണ്ട്, മനസ്സിലായി കാണും എന്ന് കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു 12 months ഉണ്ടല്ലേ. നമുക്ക് 1 yearൽ 12 months ഉണ്ട് അല്ലെ. മന്ത്സ് അറിയാലോ. നമ്മളിപ്പോ നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ്? സെപ്റ്റംബറിലാണ് നിങ്ങളുടെ ബർത്ത്ഡേ എങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സെപ്റ്റംബർ വരുമ്പോൾ നിങ്ങൾക്ക് 1 year കംപ്ലീറ്റ് ആവും. അതായത് ഹൗ മെനി മന്ത്സ്? ആ 1 yearൽ 12 months ഉണ്ടാവും. ഓക്കെ. അതിൽ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഫസ്റ്റ് മന്ത് January. Second month February. Then third month March. Fourth month April. Fifth month May. Sixth month June. Then 7th July. 8th August. 9th September. 10th October. Then 11th November. Then 12th December. This month is a December month. Which month is this month? Yes, December month. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതെല്ലാം ഫിനിഷായി നെക്സ്റ്റ് പിന്നെയും ജാനുവരി വരും. ഓക്കെ. അപ്പൊ 1 year കംപ്ലീറ്റ് ആയി. അപ്പൊ 2020 എന്നുള്ളത് മാറി 2021 എന്നാകും.
ഇത് നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചാൽ വ്യക്തമാക്കി തരും കേട്ടോ, ക്ലിയർ ആക്കി തരും. നിങ്ങളുടെ ഒരു ഇയർ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. നിങ്ങളുടെ ബർത്ത്ഡേ വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നൗ there are 365 days in a year. ഇത് കണ്ടോ, ദിസ് ജനുവരി എന്ന് പറയുന്ന മന്തിൽ ഹൗ മെനി ഡേയ്സ്? 31 days. ഹിയർ ഫെബ്രുവരി 28 days, മാർച്ച് 29 days, ഏപ്രിൽ 30 days. അങ്ങനെ ഇങ്ങനെ ഓരോ ഡേയ്സ് കണക്ക് നോക്കുക. ഈ ടോട്ടൽ ഡേയ്സ് കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 365 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ ഹാവ് 31 ഡേയ്സ്. പിന്നെ ഒരു കാര്യമുള്ളത് നോക്കൂ, ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ അല്ലേ? ഞാൻ ഇപ്പൊ നോട്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ. 1, 2, 3, 4, 5, 6, 7. These months have 31 days. കണ്ടോ, ഇവിടെയൊക്കെ 31 ഡേയ്സ് ഉണ്ട്. കണ്ടോ, 31, 31, 31, 31, 31. ബട്ട് അതർ ഡേയ്സ്, ഫെബ്രുവരി ഒഴിച്ച് ബാക്കി എല്ലാ ഡേയ്സ് മന്തിനും ഇത് ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ് ഒരു 4 അല്ലേ, 4 മന്തിന് 30 ഡേയ്സേ ഉള്ളൂ. ഓക്കെ, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ 30 ഡേയ്സ് ഉള്ളൂ. ഈ ഫെബ്രുവരിക്ക് 28 29 വരാം. ഇപ്പോൾ 28 ഉള്ളൂ. നെക്സ്റ്റ് 4 years ആഫ്റ്റർ 29 വരും. ഓക്കെ, അത് മാറി മാറി വരും. അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം, ലീപ് ഇയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, ഫെബ്രുവരിക്ക് 28 29 ഡേയ്സ് വരാം. ബാക്കി ഈ 4 മന്തിന് 30 ഡേയ്സ് വരാം. അതർ മന്ത്സിന് 31 ഡേയ്സ് വരാം. അത് കൗണ്ട് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങളുടെ ഇങ്ങനെ റിസ്റ്റ് ഇങ്ങനെ ചുരുട്ടി വെക്കുക, പാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്താൽ ഇങ്ങനെ ഓരോ നോഡില്ലേ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഇത്തിരി ഹൈറ്റിൽ നിൽക്കുന്നുണ്ടല്ലോ ഒരു എല്ലുകൾ, അവിടെ നമുക്ക് ഓരോ മന്തിനെ നമുക്ക് അസ്യൂം ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്ന ഭാഗം 31 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ പാരന്റ്സിനെ അറിയാം, അവരും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവരുടെ ടീച്ചേഴ്സും ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, ജൂലൈ ഇവിടെ നോട്ട്. പിന്നെ എഗെയിൻ ഓഗസ്റ്റ്. അപ്പൊ ഇത് കണ്ട്, ഇത് ഹൈറ്റിൽ നിൽക്കുന്നു, ഇത് ഹൈറ്റിൽ നിൽക്കുന്നു അല്ലെ, ആ ബോണിൽ ടച്ച് ചെയ്യുന്നു. സോ ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കണ്ടോ, അപ്പൊ ഈ ഹൈറ്റുള്ള ഈ നമ്മളുടെ എല്ല് ടച്ച് ചെയ്യുന്നതൊക്കെ ആ മന്തുകളൊക്കെ 31 ഡേയ്സ് ആയിരിക്കും. ദ അതർ ഇൻ ബിറ്റ്വീൻ വരുന്ന കുഴിഞ്ഞ സ്ഥലത്തുള്ളതൊക്കെ 30 ഡേയ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ ഏതിനൊക്കെയാണ് 30 ഡേയ്സ് വരുന്നത്, ഏതിനൊക്കെയാണ് 31 ഡേയ്സ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പാരന്റ്സ് നല്ലതുപോലെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. നൗ നെക്സ്റ്റ്, അപ്പൊ മന്ത്സിന്റെ പേര് പഠിച്ചു. അത് ഓർഡറിൽ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക, നോട്ട്ബുക്കിൽ എഴുതിയതിനു ശേഷം സ്പെല്ലിംഗ് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. ഫെബ്രുവരി കംസ് ആഫ്റ്റർ ഡാഷ്. ഫെബ്രുവരി കംസ് ആഫ്റ്റർ. ഫെബ്രുവരി ഏത് മന്തിന് ശേഷമാണ് വരുന്നത്? ജാനുവരി. ഓക്കെ, ഇവിടെ ജാനുവരി എന്ന് എഴുതാം. ഒക്ടോബർ കംസ് ബിഫോർ. നവംബറിന് മുമ്പാണ് ഒക്ടോബർ വരുന്നത്. ജൂൺ കംസ് ആഫ്റ്റർ മെയ്. ദ ലാസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ. ലാസ്റ്റ് മന്ത് ഏതാണ്? ഡിസംബർ. ഡാഷ് കംസ് ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ജൂലൈ, സെപ്റ്റംബറിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നത് ഓഗസ്റ്റ്. അവർ ഇൻഡിപെൻഡൻസ് ഡേ ഈസ് ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. നെയിം ദ മന്ത് ഇൻ വിച്ച് യു വിൽ സെലിബ്രേറ്റ് ദ ഫോളോയിങ്. ന്യൂ ഇയർ. എന്നാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒരു പുതിയ വർഷം, ഒരു ന്യൂ ഇയർ വരുന്നത് എന്നാണ്? ഏത് മന്തിലാണ്? ജാനുവരി കേട്ടോ. ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5.
ദെൻ യുവർ ബർത്ത്ഡേ, നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ് അത് എഴുതുക. ഏത് മന്തിലാണ്? ക്രിസ്മസ്, ഡിസംബർ. ഡിസംബറിലാണ് ക്രിസ്മസ് വരുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ ഒരു ഫാമിലി ബർത്ത്ഡേ ചാർട്ട് ഉണ്ടാക്കുക. ചാർട്ട് ഷോൺ പുട്ട് ഇൻ യുവർ, നിങ്ങളുടെ മമ്മി, നിങ്ങളുടെ മദറുടെ ഡേറ്റ് എന്നാണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്, ഡേ എന്നാണ്, മദറിന്റെ പിക്ചർ ഒട്ടിക്കുക. അതൊന്നും വേണമെന്നില്ല കേട്ടോ. ഏത് ഇയർ ആണെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. പപ്പയുടെ മന്ത് ഏതാണ്, ബോൺ മന്ത് ഏതാണ്, ഡേ എന്നായിരുന്നു, പിന്നെ യുവർ. ഓക്കെ, ജസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളൂ. ഓക്കെ. അപ്പോൾ ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. സോ എവ്രി വൺ പ്രാക്ടീസ് ദ മന്ത്സ് നെയിം. ഓക്കെ, ആൻഡ് യു ലേൺ ഇൻ ദ ഓർഡർ. ദ മന്ത്സ് നെയിം യു ലേൺ ഇൻ ദ ഓർഡർ. അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൂ, കാര്യമായിട്ട് പറയാനുള്ളൂ കേട്ടോ. പിന്നെ സ്പെല്ലിങ്ങും പഠിച്ചു വെക്കുക. ഓക്കെ, ഓർഡർ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ 30-31 ഡേയ്സ് അത് നിങ്ങളൊരു ട്രിക്ക് ഉപയോഗിച്ച്, ഞാൻ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. So assalamu alaikum. Today's class is over. Have a nice day.